മിൽമ പാലിന് വില കൂടും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമാകും വില വർധനവ് പ്രാബല്യത്തിൽ വരിക. എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ ബോർഡ് യോഗത്തിനു ശേഷം തീരുമാനമുണ്ടാകുമെന്നും മിൽമ ചെയർമാൻ KS മണി വ്യക്തമാക്കി. ഇന്നത്തെ ഭരണസമിതി യോഗത്തിലും സർക്കാരിന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് അവരുടെയും അഭിപ്രായം വന്നിട്ടുള്ളത്. ഇതിനകത്ത് നിയമപരമായിട്ടുള്ള സാങ്കേതികത്വമല്ല ഉള്ളത്. മിൽമയുടെ പാൽവില വർധനവ് എന്നുള്ളത് മിൽമ ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അനിവാര്യമാണെങ്കിൽ നമ്മൾ നടപടിയെടുത്ത് മുന്നോട്ട് പോകും. പക്ഷേ കഴിഞ്ഞകാല കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പാൽവില വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളുടെ കർഷകരുടെ എണ്ണം വളരെ ചുരുങ്ങിയതും നമ്മളെ വാങ്ങിച്ചുപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് വളരെ കൂടുതലായതുകൊണ്ട് സർക്കാരുമായിട്ടൊരു ആശയവിനിമയം നടത്തി ഒരു താരതമ്യത്തിൽ മുന്നോട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു കീഴ്വഴക്കമാണ് ഉള്ളത്. ഇപ്രാവശ്യം അതുപോലെ സംസാരിച്ചു. ഇപ്പോൾ തത്വത്തിൽ സർക്കാർ പാൽവില വർധനവിന് അംഗീകാരം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അവർ സമ്മതം നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പാൽവില വർധനവിൻ്റെ തീരുമാനം അടുത്ത ബോർഡിൽ തന്നെ അത് എടുക്കും എന്നുള്ള നിലപാട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ധാരണയുണ്ട്. അടുത്ത ബോർഡ് യോഗത്തിൽ തീരുമാനിച്ച് പ്രൈസ് വില ചാർട്ടൊക്കെ നിശ്ചയിച്ചിട്ട് നമ്മൾ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയാം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് 4 രൂപ മുതൽ 6 രൂപ വരെ അങ്ങനെ പ്രതീക്ഷിക്കണം അല്ലേ? തീർച്ചയായിട്ടും 4 രൂപയുടെ വർധനവായിരിക്കും പാൽവിലയിൽ ഉണ്ടാകുക എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്താ നിൽക്കുന്നതിനാൽ ഇപ്പോൾ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി പുറത്തു വന്നതിന് ശേഷമായിരിക്കും പെരുമാറ്റച്ചട്ടം അത് മറികടക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിന്റെ സമയപരിധി അവസാനിക്കുക. അതിനുശേഷം മാത്രമേ ഈ വില വർധനവ് നടപ്പിലാക്കാൻ കഴിയൂ. എന്തായാലും അടുത്ത ബോർഡ് യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുകയെന്നാണ് മിൽമ ബോർഡ് ചെയർമാൻ KS മണി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അടുത്ത ബോർഡ് യോഗം തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും ചേരുക. ആ ബോർഡ് യോഗത്തിൽ ഒരുപക്ഷെ മെയ് 15-ാം തീയതിയോടെ ഈ ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ഈ വില വർധനവ് പ്രാബല്യത്തിൽ വരുത്താനാണ് സാധ്യതയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ.